ADGP MR അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ ഇപ്പോഴുള്ള പരാതികൾ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുകയാണെന്നും തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നണിയിൽ അതൃപ്തിയില്ല. ആശങ്ക വേണ്ടെന്നും കുറച്ച് കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അജിത് കുമാർ RSS നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിൽ എന്താണ് ചർച്ച നടത്തിയതെന്നാണ് പ്രധാനമായി പരിശോധിക്കേണ്ടതെന്നും LDF കൺവീനർ പറഞ്ഞു. PV അൻവർ MLA നൽകിയ പരാതിയിലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലും അജിത് കുമാറിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. പരാതികൾ സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കണം. പരിശോധന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചു. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ തെറ്റ് ചെയ്തെങ്കിൽ സംരക്ഷിക്കില്ല എന്നും TP പറഞ്ഞു. കടുത്ത നടപടി സ്വീകരിക്കും. അതാണ് LDFന്റെ നിലപാട്. അജിത് കുമാറിന്റെ കാര്യത്തിൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തതായാണ് മുന്നണിയുടെ ബോധ്യം. RSSുമായി ബന്ധമുള്ള നിലപാട് എടുക്കുന്നവരല്ല LDF. അത്തരത്തിലുള്ള ഓരോ നീക്കവും CPMന്റെയോ ഇടതു പാർട്ടിയുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. RSSന്റെ ആക്രമണങ്ങളെ നേരിടുന്നവരാണ് ഇടതു പാർട്ടികൾ. അത്തരം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാനാകില്ല. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് CPM മാറുന്നില്ല. കുറച്ച് കാത്തിരിക്കൂ. ഒരാശങ്കയും വേണ്ട. മുന്നണിയിൽ ഒരതൃപ്തിയുമില്ല. ഇതാണ് TP രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. RSS നേതാക്കളെ അജിത് കുമാർ കണ്ടതല്ല പ്രശ്നം. എന്തിന് കണ്ടു എന്നതാണ്, എന്തിന് കാണാൻ പാടില്ല എന്നതാണ്. അതാണ് വിഷയം. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനല്ല ജയരാജനെ മാറ്റിയത്. അത് സംഘടനാപരമായ കാര്യമാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. AM ഷംസീർ സ്പീക്കറാണ്. സ്പീക്കറുടേത് ഭരണഘടനാ പദവിയാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ അഭിപ്രായങ്ങളോടും പ്രതികരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇതോടുകൂടി ഒരു കാര്യത്തിൽ തീരുമാനമായി. LDF കൺവീനർ തന്നെ പരോക്ഷമായി ADGP അജിത്തിനെ തള്ളി പറഞ്ഞിരിക്കുന്നു. ADGP അജിത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും കേരളത്തിൽ ഇത്രയും വലിയ ഒരു ചലനമുണ്ടാക്കിയ സംഭവം ഇതിനു മുമ്പുള്ള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. CPMും RSSും തമ്മിൽ ബാന്ധവമുണ്ട് എന്ന സൂചനയാണ് അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിലൂടെ തെളിഞ്ഞത്. ഏതായാലും LDF കൺവീനർ ശക്തമായി തന്നെ നിലപാട് പറഞ്ഞിരിക്കുന്നു. അജിത് കുമാർ ഔട്ട്.